പ്രൈസ് ദി ലോർഡ്. നമുക്ക് അല്പം വചനങ്ങളെ ചിന്തിക്കാം. അതിനായി ഞാൻ ഇവിടെ 1 ദിനവൃത്താന്തം 4-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്നതാണ് ആ പ്രാർത്ഥനാ വിഷയം. ഞാനത് വായിക്കുന്നു. അതിനെപ്പറ്റി അല്പം ചില കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 9-ഉം 10-ഉം വാക്യം. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോടെ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോട് കൂടെയിരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യബ്ബേസിന് ദൈവത്തോട് പ്രാർത്ഥിച്ചതാണ്. അവിടെ യബ്ബേസ് പ്രാർത്ഥിച്ച 4 കാര്യങ്ങളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. യബ്ബേസിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ വ്യസനപുത്രൻ എന്നാണ്. കാരണം അവൻ്റെ അമ്മ അവന് പ്രസവ സമയത്തുണ്ടായ ആ ബുദ്ധിമുട്ടിൽ അവനെ വ്യസനപുത്രൻ എന്ന പേരാണ്, അതാണ് യബ്ബേസ് എന്ന പേര് വന്നത്. യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോടെ പ്രാർത്ഥിച്ചത്. ഇസ്രായേലിൻ്റെ ദൈവത്തോടെ യബ്ബേസ് പ്രാർത്ഥിച്ച് അപേക്ഷിച്ച് ഇവിടെ കാണുന്നത് 4 കാര്യങ്ങളാണ്. അങ്ങനെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കണം. 4 കാര്യമാണ് അവിടെ യബ്ബേസ് ദൈവത്തോട് അപേക്ഷിച്ചത്. എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണമെന്ന്. നിശ്ചയമായി അനുഗ്രഹിക്കണം. യബ്ബേസ് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തോടെ ആഴമായ ആ സ്നേഹവും പ്രാർത്ഥനയും തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. വ്യസനപുത്രൻ എന്ന പേര് കിട്ടിയെങ്കിലും ദൈവത്തോടുള്ള ആ സ്നേഹം യബ്ബേസിന് വലുതായിരുന്നു. അതുകൊണ്ടാണ് വളരെ നിശ്ചയമായി ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ദൈവമേ, അങ്ങനെ നിശ്ചയമായി അനുഗ്രഹിക്കണം, എൻ്റെ അതിർ വിസ്താരമാക്കണം. 2ാമത് പറഞ്ഞത് അതിർ വിസ്താരമാക്കണമെന്ന് പറഞ്ഞത് അവനെ ആത്മീകമായിട്ട് ഉയരുവാൻ, എൻ്റെ ആത്മീകമായ ആ ഒരു വിസ്താരമാക്കണം, എൻ്റെ അതിർ വിസ്താരമാക്കണം, എൻ്റെ വിശാലമാക്കണം. പ്രാർത്ഥനയുടെ അതിര്, എൻ്റെ പ്രാർത്ഥന എനിക്ക് വിശാലമാക്കണം. ആ പ്രാർത്ഥന എനിക്ക് വിശാലമായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണം. അത് ദൈവത്തോടെ യബ്ബേസ് പ്രാർത്ഥിച്ചു. എന്നിട്ട് 3ാമത് പറഞ്ഞത്, നിൻ്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. ആ ദൈവത്തിൻ്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. യബ്ബേസിനറിയാം, ദൈവത്തിൻ്റെ കൈ എന്നോട് കൂടെ ഇല്ലാതെ ഇരുന്നാൽ എൻ്റെ ജീവിതം ധന്യമാവത്തില്ല. ഞാൻ ഏത് പ്രവൃത്തിയിലായാലും എന്ത് ചെയ്താലും എല്ലായിടും എൻ്റെ ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെ ഇരിക്കണം. ആ ദൈവത്തിൻ്റെ കരം എന്നെ പിടിച്ചുകൊള്ളണം. അതാണ് ദൈവത്തോടെ യബ്ബേസ് അപേക്ഷിച്ചത്. ദൈവമേ, അങ്ങയുടെ കരം എന്നോട് കൂടെ ഇരിക്കണം. 4ാമത് പറഞ്ഞത്, അനർത്ഥം എനിക്ക് വ്യസനകാരണം ആയി തീരരുത്. ജീവിതത്തിൽ അവനറിയാം, ഈ ലോകമായ ജീവിതത്തിൽ ജീവിക്കുമ്പോഴേ പാവങ്ങൾ ഉണ്ടാവാതെ, പാവച്ചെളിയിൽ വീഴാതെ, അങ്ങനെയുള്ള അകൃത്യത്തിൽ പോകാതെ എൻ്റെ ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെയിരുന്ന് അനർത്ഥങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാൽ അതൊന്നും എനിക്ക് വ്യസനത്തിന് കാരണമാകാതെ എൻ്റെ ദൈവം എന്നെ കാക്കണം. അതാണ് യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. യബ്ബേസ് വളരെ ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കുന്ന, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു
മനുഷ്യനായിരുന്നു യബ്ബേസ്. വ്യസനപുത്രൻ എന്ന പേര് കിട്ടിയിട്ടും അവൻ നിരാശപ്പെട്ടില്ല. അത്ര ആഴമായ ഒരു സ്നേഹം ദൈവത്തോടുണ്ടായിരുന്നു. ഒരു പ്രാർത്ഥനാ ജീവിതം യബ്ബേസിനുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും ദൈവത്തിൻ്റെ പ്രാർത്ഥനയിൽ നിന്നും യബ്ബേസ് അകന്നുപോയില്ല. അതാണ് വളരെ നിശ്ചയത്തോടുകൂടി എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് എനിക്ക് വിശാലത തരണം, എൻ്റെ പ്രാർത്ഥനയുടെ വിസ്തൃതി കൂട്ടണം, എൻ്റെ കർത്താവൻ എന്നോട് കൂടെ, എൻ്റെ ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെ എപ്പോഴും ഇരിക്കണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനർത്ഥങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകാതെ വണ്ണം എൻ്റെ കർത്താവിനെ കാക്കണം എന്ന് വളരെ ആത്മാർത്ഥതയോടുകൂടി യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ച് അപേക്ഷിച്ചത് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകിയെന്ന്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ച് യബ്ബേസ് പ്രാർത്ഥിച്ചത് ദൈവം അവന് നൽകി. കാരണം ദൈവഹിതപ്രകാരമാണ് യബ്ബേസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത്. ദൈവത്തിൻ്റെ ഹിതമല്ലാത്തത് ഒന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട. എൻ്റെ കർത്താവിൻ്റെ ആ പൊന്നുകാരം എന്നോട് കൂടെയിരിക്കണം. അനർത്ഥങ്ങളിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ വിടുവിക്കണം. എൻ്റെ പ്രാർത്ഥനാ ജീവിതം കൂട്ടണം. എനിക്ക് പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്ക് വിശാലത വരണം എന്നൊക്കെ വളരെ ആത്മാർത്ഥതയോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിച്ച വ്യക്തിയായിരുന്നു യബ്ബേസ്. അതുകൊണ്ട് യബ്ബേസിൻ്റെ അപേക്ഷ, യബ്ബേസ് ദൈവത്തോട് അപേക്ഷിച്ചത് ദൈവം അവന് നൽകി. എത്ര നല്ല പ്രാർത്ഥനയാണ് യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചത് ദൈവം അവന് നൽകി. അതുകൊണ്ട് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായി തീർന്നു. സഹോദരങ്ങളും ഒരു സമയത്ത് സഹോദരങ്ങളുടെയും അമ്മയുടെയൊക്കെ മുൻപിൽ അവൻ വ്യസനപുത്രനായെന്ന് പേര് വന്നുവെങ്കിലും അവൻ ദൈവത്തോടുള്ള ആ സ്നേഹവും പ്രാർത്ഥനയും അവൻ്റെ ജീവിതത്തിൽ കുറയാതെ ദൈവത്തോട് കൂടുതലായി അടുത്തു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി. കർത്താവ് അപേക്ഷിച്ചത് യബ്ബേസ് ദൈവത്തോട് അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. അതുകൊണ്ട് സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായി തീരുവാൻ ഇടയായി തീർന്നു. അതാണ് നമുക്ക് അവിടെ ആ യബ്ബേസിൻ്റെ പ്രാർത്ഥനയിൽ കാണാൻ കഴിയുന്നത്. തിരുവചനത്തിൽ പ്രാർത്ഥിച്ച പലരുടെയും പേര് നമ്മൾക്കറിയാം. പ്രാർത്ഥനാ വീരന്മാരുണ്ടായിരുന്നു. ഹന്ന ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ അറിയാം. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ ഹന്ന ദൈവത്തോട് പ്രാർത്ഥിച്ച് പറഞ്ഞത് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഹന്നയുടെ ഗർഭം യഹോവ അടച്ചിരുന്നു. അവൾ എപ്പോഴും അവളെ മുഷിപ്പിക്കുന്ന ഒരു പിനീന ഉണ്ടായിരുന്നു അവൾക്ക്. അത് നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിലും ഓരോ ഇതേപോലെയുള്ള പിനീനമാരുള്ളത് നല്ലതാണ്. കാരണം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് വളരെ കരയാനും പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കും. ആ ഒരു പെനീന ഉണ്ടായതുകൊണ്ട് ഹന്ന ദൈവസന്നിധിയിൽ കരയുവാനും ഇടയായി തീർന്നു. ഹന്ന ആലയത്തിൽ ചെന്നു ആ ആലയത്തിൻ്റെ ശൂന്യത ഹന്നയ്ക്ക് മനസ്സിലായി. കാരണം ഏലി പുരോഹിതൻ ഹന്ന ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവളുടെ മനോവ്യസനത്തോടെ ദൈവസന്നിധിയിൽ അവിടെ ഹൃദയം പകരുകയായിരുന്നു. നമുക്ക് ആ ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. അവളുടെ ഹൃദയം ദൈവസന്നിധിയിലെ മനോവ്യസനത്തോടെ പകർന്നപ്പോൾ ഏലി പുരോഹിതൻ അവളെ അവിടെ കുറ്റം പറഞ്ഞതായിട്ട് അവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോഴും ഹന്ന പറഞ്ഞു, ഇല്ല, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞ് അവൾ ദൈവസന്നിധിയിൽ കരഞ്ഞു. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഈ ആലയത്തിൻ്റെ ശൂന്യത. അപ്പോഴാണ്, കാരണം ഏലി പുരോഹിതൻ പ്രായമായി, ഇനിയും പുരോഹിത സ്ഥാനത്ത് നിന്ന് ഏലിക്ക് വളരെ പ്രായം ചെന്നു. അപ്പോൾ ആ സ്ഥാനത്ത് ഒരാൾ വേണമല്ലോ എന്ന് ആ ആലയത്തിൻ്റെ ശൂന്യത ഹന്നയ്ക്ക് മനസ്സിലായപ്പോൾ അവിടെ ഇരുന്ന് ഹന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു.
കർത്താവെ, എനിക്കൊരു ആൺ തലമുറയെ തരികയാണെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേണ്ടി ഞാൻ ജീവപര്യന്തം അവന് നൽകാമെന്ന് അവിടെ ഹന്ന പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെയാണ് ശമൂവേൽ ബാലനെ ഹന്നയ്ക്ക് ദൈവം കൊടുത്തത്. ആ ശമൂവേൽ ബാലനാണ് വളർന്ന് ശമൂവേൽ പ്രവാചകനായി തീർന്നതെന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ബൈബിളിൽ നമുക്ക് പ്രാർത്ഥിക്കുന്ന അനേകരെ കാണാം. ദാനിയേലിൻ്റെ പ്രാർത്ഥന നമുക്കറിയാം. ദാനിയേൽ 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രേഖ എഴുതിയിരിക്കുന്നു എന്ന് 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം പറയുന്നു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദാനിയേൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അവിടെ നമുക്ക് ദാനിയേലിൻ്റെ പ്രാർത്ഥനയെ പറ്റി കാണാൻ കഴിയുന്നുണ്ട്. ദാനിയേലിനും വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദാനിയേൽ 3:17 പറയുന്നു, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിയിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ലെന്ന് ദാനിയേൽ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് നമുക്കവിടെ കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെയാണ് നെഹമ്യാവ് പ്രാർത്ഥിച്ചത്. നെഹമ്യാവിൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ല നെഹമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. നെഹമ്യാവ് നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്തേ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നമുക്ക് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. യെരൂശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നത് കണ്ട് നെഹമ്യാവിന് വളരെ സങ്കടമുണ്ടായി. നെഹമ്യാവ് 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നു. അതിനെ അവൻ, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും എന്നുള്ള ആ വിശ്വാസത്തോടെ നെഹമ്യാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. നെഹമ്യാവ് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് അതിൻ്റെ പണി തുടങ്ങി. 52 ദിവസം കൊണ്ട് അതിൻ്റെ പണി പൂർത്തിയായി. അങ്ങനെ നമുക്ക് നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. യെബേസ് പ്രാർത്ഥിച്ചതുപോലെ യെബേസ് ദൈവത്തോട് കൂടുതലായി അടുത്തത് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഇങ്ങനെ ഒരു തിരുവചനം അതിലുണ്ട്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടുമെന്ന്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എന്തപേക്ഷിച്ചാലും എൻ്റെ കർത്താവിൻ്റെ വചനം നമ്മളിലും നമ്മൾ ദൈവത്തിലുമായിരുന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നാം എന്തപേക്ഷിച്ചാലും അത് കർത്താവ് നമുക്ക് എന്നാണ് കർത്താവിൻ്റെ വാഗ്ദത്തമുള്ളത്. ഈ യെബേസിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തെല്ലാം ഉണ്ടായാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയത്. പ്രസംഗവും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എങ്കിലും പ്രാർത്ഥന ജീവിതം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകരുത്. പ്രാർത്ഥന എവിടെ കുറയുന്നോ അവിടെ പിശാച് കയറും. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കുറയരുത്. കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അങ്ങ് രക്ഷിക്കുന്ന ദൈവമാണെന്ന് കർത്താവിൻ്റെ വചനമുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ തകർന്ന് നുറുങ്ങിവരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുന്ന ദൈവമല്ല. ഈ യെബേസ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നാം കർത്താവിൻ്റെ കരം നമ്മോട് കൂടിയിരിക്കണം. അനർത്ഥം നമുക്കൊന്നും വ്യസനകാരണമാവരുത്. പ്രാർത്ഥനയുടെ വിശാലത നമുക്ക് കൂട്ടണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വിശാലമാവട്ടെ. പ്രാർത്ഥന ഈ നാളുകളിൽ നമ്മൾക്ക് കൂടുതലായി ഉയരട്ടെ. ഈ യെബേസിനെ പോലെ ഒരു നല്ല തീരുമാനമെടുത്ത് പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥനയെ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്.